ഓഗസ്റ്റ് 2024 അതായത് 2024 ഓഗസ്റ്റ് 19 ജസ്റ്റിസ് ഹേബ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയുടെ സീൻ മാറുകയാണ്. റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് നിരവധി സ്ത്രീകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നടന്മാർ, സംവിധായകർ, പ്രൊഡക്ഷൻ കൺട്രോളർമാർ തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ ഉള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. വേട്ടയാടിയവരുടെയും ചൂഷണം ചെയ്തവരുടെയും എല്ലാം പേരുകൾ ഓരോന്നായി വെളിപ്പെടുത്തുകയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ. ഇതുവരെ ആരോപണ വിധേയരായവർ ഇവർ: ജയസൂര്യ. നടൻ ജയസൂര്യക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നടി മിനു മുനീർ ആണ്. 2008 ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ സെറ്റിൽ വച്ചായിരുന്നു ജയസൂര്യയിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായതെന്ന് മിനു പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വച്ചായിരുന്നു ഷൂട്ടിംഗ്. ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ പുറകിൽ നിന്നും ജയസൂര്യ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. തിരുവനന്തപുരത്ത് തനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു. താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. പിന്നീട് ജയസൂര്യയിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ജയസൂര്യ ഇടപെട്ട് പല സിനിമാ അവസരങ്ങളും നഷ്ടപ്പെടുത്തിയെന്നുമാണ് മിനു മുനീർ ആരോപിച്ചത്. മുകേഷിനെതിരെ നടി മിനു മുനീറിനെ കൂടാതെ ബോളിവുഡിൽ തിരക്കുള്ള കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതിയും ആരോപണം ഉന്നയിച്ച് രംഗത്തുണ്ട്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്താണ് ദുരനുഭവം ഉണ്ടായതെന്നാണ് കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം ഗുരുതര ആരോപണമാണ് മുകേഷിനെതിരെ മിനു മുനീർ ഉന്നയിച്ചത്. കാറിൽ മുകേഷിനൊപ്പം ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെ കടന്നുപിടിച്ചു, സ്വകാര്യ ഭാഗങ്ങളിലടക്കം ബലമായി സ്പർശിച്ചെന്നും മിനു പറഞ്ഞു. കാറിൽ നിന്നും പുറത്തേക്ക് ചാടുമെന്ന് പറഞ്ഞപ്പോൾ വാഹനം നിർത്തിയെന്നും ക്ഷമ ചോദിച്ചെന്നും മിനു പറഞ്ഞു. അന്ന് താൻ എതിർത്തതിൻ്റെ പേരിൽ അമ്മയിലെ തൻ്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും മിനു ആരോപിച്ചു. മണിയൻ പിള്ള രാജു തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും മിനു ആരോപിച്ചു. മണിയൻ പിള്ള രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി അന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്ന നടി ഗായത്രി വർഷയോട് വെളിപ്പെടുത്തിയിരുന്നെന്നും മിനു മുനീർ പറഞ്ഞു. ഇടവേള ബാബു. മുൻ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെ ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റും നടിയുമായ ജുവിത ആൻഡിയും രംഗത്തുണ്ട്. അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ജുവിത ആരോപിക്കുന്നത്. അമ്മയിൽ അംഗത്വത്തിന് 2 ലക്ഷം രൂപ വേണം, എന്നാൽ അഡ്ജസ്റ്റ് ചെയ്താൽ 2 ലക്ഷം വേണ്ട അവസരവും കിട്ടും. അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ ഉയരുമെന്നും ഉപദേശിച്ചു. ജുവിതയുടെ വാക്കുകൾ ഇങ്ങനെ: ജുവിതയെ കൂടാതെ മിനു മുനീറും ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇടവേള ബാബു തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞെന്നും വിദേശ ഷോകളിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും മിനു പറഞ്ഞു. സംവിധായകന് ഹരികുമാറിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായെന്ന് ജൂനിയർ ആർട്ടിസ്റ്റും നടിയുമായ ജുവിത ആൻഡി പറയുന്നു. ഹരികുമാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച് തൊട്ടടുത്ത ദിവസം വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് നിഷേധിക്കുകയും ഏതൊരു ലൊക്കേഷനിൽ പോയാലും കുറച്ച് സമയത്തിനുള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയും. അഡ്ജസ്റ്റ് ചെയ്തുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവായി എന്നും നടി. നടൻ സുധീഷ് ഒരുമിച്ച് യാത്ര ചെയ്യാം, ടൂർ പോകാം എന്നൊക്കെ പറഞ്ഞെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് നടിയുമായ ജുബിത ആൻഡി പറഞ്ഞു. സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ കഥാകൃത്ത് കഥ പറയാൻ സംവിധായകനെ സമീപിച്ചപ്പോൾ മോശം അനുഭവം നേരിട്ടുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. 2 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി. സിനിമയുടെ കഥ പറയുന്നതിനായി സംവിധായകൻ വി കെ പ്രകാശിനെ സമീപിച്ചപ്പോഴാണ് അനുഭവമുണ്ടായത്. കഥയുടെ ത്രെഡ് അയച്ചപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കൊല്ലത്തേക്ക് വിളിപ്പിച്ചു. കഥ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടും അടുത്ത ദിവസങ്ങളിൽ സ്ഥലത്തുണ്ടാകില്ലെന്ന് പറഞ്ഞതുകൊണ്ടും കൊല്ലത്തെത്തി സംവിധായകനെ കാണാൻ തീരുമാനിച്ചു. വൈകിട്ട് ഹോട്ടലിലെത്താനാണ് പറഞ്ഞത്. 2 മുറി ബുക്ക് ചെയ്തിരുന്നു. റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുറിയിലേക്ക് വരികയും കഥ പറയാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു. ഇതിന് പിന്നാലെ അഭിനയത്തിലേക്ക് തിരിഞ്ഞാലോ എന്ന് ചോദിച്ച് ഒരു സീൻ അഭിനയിക്കാൻ കൊടുക്കുകയും വളരെ ഇൻറ്റിമേറ്റായും വൾഗറായിട്ടും അഭിനയിക്കേണ്ട സീനായിരുന്നു അത്. കഥ സിനിമയാക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ അഭിനയിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. തുടർന്ന് എങ്ങനെ അഭിനയിക്കണമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശരീരത്തിൽ സ്പർശിക്കാനും ചുംബിക്കാനും ശ്രമിച്ചു. കഥ കേൾക്കാനല്ല വിളിപ്പിച്ചതെന്ന് മനസ്സിലാവുകയും മുറിയിലേക്ക് പൊക്കോളൂ, കൊച്ചിയിലേക്ക് വരുമ്പോൾ ഞാൻ വന്ന് കഥ പറയാമെന്നും അദ്ദേഹത്തോട് പറയുകയും പിന്നീട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചു പോവുകയും ചെയ്തു എന്നാണ് യുവതിയുടെ ആരോപണം. സംവിധായകൻ തുളസീദാസിനെതിരെ ആരോപണവുമായി നടി ഗീതാ വിജയൻ. 1991 ചാഞ്ചാട്ടം സിനിമയുടെ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി. ഹോട്ടൽ മുറിയിൽ വെച്ച് പലതവണ ശല്യം ചെയ്തു. ഹോട്ടൽ മുറിയുടെ കഥകൾ മുട്ടുന്നത് പതിവായിരുന്നു. പ്രതികരിച്ചപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് തുളസീദാസ് പറഞ്ഞതായും ഗീതാ വിജയൻ. തുളസീദാസ് മോശമായി പെരുമാറിയതായി നടി ദേവികയും വെളിപ്പെടുത്തിയിരുന്നു. 2006 അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. തുളസീദാസ് രാത്രി ഹോട്ടൽ മുറിയുടെ കഥകൾ തുടർച്ചയായി മുട്ടി വിളിച്ചു. 3-4 ദിവസം കഥയിൽ മുട്ടി. റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്നും ശ്രീദേവിക
പറഞ്ഞു. സഹകരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയെന്നും ഷോട്ടുകളും സംഭാഷണങ്ങളടക്കം സംവിധായകൻ വെട്ടിച്ചുരുക്കിയെന്നും അവർ ആരോപിച്ചു. അടുത്തത് ബാബുരാജ്. നടനും അമ്മ ജോയിന്റ് സെക്രട്ടറിയുമായ ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് യുവതിയും വെളിപ്പെടുത്തിയത്. നിരവധി പെൺകുട്ടികൾ ബാബുരാജിൻ്റെ കെണിയിൽ വീണുപോയിട്ടുണ്ടെന്നും പലരും ഭയം മൂലമാണ് പുറത്തു പറയാത്തതെന്നും യുവതി. സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും ഒഡിയൻ ഫെയിം ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി പീഡന ആരോപണം ഉന്നയിച്ചു. നടൻ സിദ്ദീഖിനെതിരെ അലൈംഗിക ആരോപണമായി യുവനടി രംഗത്തെത്തിയിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ നടനിൽ നിന്ന് ദുരനുഭവം നേരിട്ടു എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ. നടൻ റിയാസ് ഖാൻ ഫോണിലൂടെ അശ്ലീലം പറഞ്ഞുവെന്ന ആരോപണമായി യുവനടി. സംവിധായകൻ രഞ്ജിത്ത്. നടനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് ആരോപണം ഉന്നയിച്ചത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു മുകേഷ്. അതെ. പലരും എനിക്ക് പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഒറ്റയടിക്കല്ല. അപ്പം കൂടുതൽ ലൊക്കേഷൻ വെച്ച് തന്നെയാണ്. അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇട വരുന്നില്ല. അപ്പം ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇന്നസെന്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, മിനു ഒരു കാര്യം ചെയ്യും, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാന്ന് വിചാരിച്ചില്ലേ, ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പം ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു, ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ചേട്ടൻ. അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്റെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ ചെയ്ത്, കാരണം എന്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്, ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്കങ്ങനെ തോന്നിയല്ലോ ഇതെന്താ സംഭവം അങ്ങനെ. അപ്പോഴത്തേക്കും പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മിനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെന്ത് പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ, അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 6 പേരുകളും ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് നടത്തിയതിനെ ഒരു പരാതിയായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ. അതെങ്ങനെ ശരിയല്ല. കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്ത്, അന്നാരും രേവതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞു മാഞ്ഞു പോയാലേ ആരും ഇതിനെപ്പറ്റി അനങ്ങിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവര്, നമ്മൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിപ്പോയി, ബിറ്റർ എക്സ്പീരിയൻസ് പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ. അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം. ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയ ഒരാളാണ്. ഹി ജസ്റ്റ് ലോക്ക്ഡ് മീ. അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം പറയാണ് വേറൊരാളുടെ വസ്ത്രത്തിന് പറയാണ്.
സോ ഇതായിരുന്നു അയാൾ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അയാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, നീ എവിടെ വേണോ പോയി. ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. എന്നാൽ ആ വയസ്സിൽ പറ്റുന്ന രീതി ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നീ എനിക്ക് എവിടെ വേണോ പോയി പറയാം, ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞാൻ പോവുകയാണ് പുറത്ത്. ശരിയാണ്, ഹി വാസ് ട്രൂ. ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്ത് പോയി പറഞ്ഞപ്പോൾ. അങ്ങനെ തന്നെയാണ് എന്റെ ലൈഫിൽ നടന്നത്. ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഒരു സോ കോൾ പൊളിറ്റിക്കൽ ആൾക്കാർ, ലൈക്ക് പൊളിറ്റിക്കൽ പീപ്പിൾ, എന്ത് വന്നാലും ഡിസ്കഷൻ ഓഫ് ഫാക്ടറിൽ എടുക്കുന്ന ഫേസ്ബുക്കിലെ ആൾക്കാരും എല്ലാവരും ലൈക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്ത് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ശ്വാസം വിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇങ്ങനെ ഡയമെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടില് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എന്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ്, അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിച്ചത് ഞാൻ +2 കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ വെക്കേഷന് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ഫേക്ക് ആയിട്ട് തോന്നും, പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞതാണ്, പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ പോകുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൺ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ റോ ആയിട്ട് പറയുന്നുണ്ട്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ, രണ്ടാമത് എന്റെ അമ്മ, മൂന്നാമത് എന്റെ അച്ഛൻ. ഈ 3 വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ. എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത് ഈ മൊമെന്റിൽ? എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത്. അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റും. അയാളെ പോലെ പല ആളുകൾക്കും AMMനകത്ത് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾ ആർ ക്രിമിനൽസ്. ഞാൻ ഒറ്റയ്ക്കാണ്. കാര്യം ഞാൻ അന്ന് മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയമാണ്. എന്റെ ആദ്യത്തെ മൂവി പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ സമയം ഞാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചേട്ടാ. നമ്മൾ